ബോസ് ലൈവ് അപ്ഡേറ്റ്. ഇനി ബിഗ് ബോസില് നമ്മുടെ അനുവിന്റെയും അനീഷിന്റെ വിഷയം. അനീഷ് അനുവിനെ പ്രപ്പോസ് ചെയ്ത വിഷയം അറിയാനായിട്ട് സാവുമാനും നിവിനും അക്ബറും മാത്രമേ ഉള്ളൂ. ഷാനവാസും കൂടെ അറിഞ്ഞിരിക്കുന്നു. ഷാനവാസ് ഇന്ന് വൈകുന്നേരം തന്നെ അവിടെ ആ സോഫയിൽ ഇരിക്കുന്ന സമയത്ത് അനുമോള് വരുമ്പോൾ അനീഷ് എഴുന്നേറ്റ് മാറുന്നുണ്ട്. അന്നേരം അതിന്റെ കൂടെ അനുമോള് പിന്നാലെ നടന്ന് ചേട്ടാ എനിക്ക് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ പറയുന്ന ആ ചാപ്റ്റർ അവിടെ ക്ലോസ്, ഇനി എനിക്കത് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അത് നമ്മുടെ ഷാനവാസ് കേൾക്കുന്നുണ്ട്. ഷാനവാസ് തിരക്കുന്ന എന്താ വിഷയം എന്നുള്ളത്. അനുമോള് വേറെ പല കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവാകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഷാനവാസ് അന്നേരം പറഞ്ഞു ഇതൊന്നും അല്ല വിഷയം, മറ്റെന്തോ വിഷയം ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഇന്ന് രാവിലെ നടന്ന സംഭവം അതേപടി ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകണക്ക് അനുമോള് ഷാനവാസിനോട് പറയുന്നുണ്ട് ഈ കാര്യം പറഞ്ഞ് പുള്ളിക്കാരനെ കളിയാക്കുകയോ ഒന്നും ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോ ഷാനവാസ് എന്ത് വിഷയമാക്കുമെന്ന് അറിയത്തില്ല. ഇവര് തമ്മിലുള്ള ഈ പിന്നെ അനീഷിന്റെ അടുത്ത് അനുമോള് ചെല്ലുമ്പോൾ അനീഷ് സംസാരിക്കാൻ താല്പര്യമില്ല, ആ ചാപ്റ്റർ ക്ലോസ് എന്നൊക്കെ പറയുന്നത് അവിടെ നിവിനും അക്ബറും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരും അവിടെ ചോദിക്കുന്നുണ്ട് എന്താ വിഷയം, എന്താ കാര്യം, ഇതുവരെ ഇല്ലാത്ത രീതിയിൽ എന്താ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അക്ബറും നിവിനും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഈ വിഷയം ഇപ്പം ഫുള്ള് പാട്ടാവും. ഇന്ന് രാത്രിയോടെ ബാക്കിയുള്ള ജനങ്ങളോട് അറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ലാലേട്ടന്റെ നാളത്തെ എപ്പിസോഡ് വരുമ്പോൾ അറിയാം ഇതേ സംബന്ധിച്ച് എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. അത് മാത്രമല്ല ഇനിയിപ്പോ ഷാനവാസ് ഈ വിഷയം അനീഷിനോട് ചോദിക്കുമെന്ന് അറിയത്തില്ല. ഇനി ഇതേ സംബന്ധിച്ച് കളിയാക്കുമെന്ന് അറിയത്തില്ല. ഇതറിയാതെ തന്നെ പലതവണയായിട്ട് ഇപ്പൊ അനീഷിന്റെ അടുക്കെ നമ്മുടെ ഷാനവാസ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ജയിലിലോട്ടൊക്കെ പോകുന്ന സമയത്തൊക്കെ നല്ല ഭംഗിയായിട്ട് കളിയാക്കുന്നുണ്ട്. അപ്പൊ ഇനി വിഷയം എന്തുവായി മാറുമെന്ന് അറിയത്തില്ല. അനീഷ് അന്നേരം സംസാരിച്ച് അവിടെ അവസാനിച്ച് എന്ന ലെവലിൽ നിൽക്കുകയാണ്. ഇനി സംസാരിക്കാൻ താല്പര്യമില്ല, ആ വിഷയം അടഞ്ഞ വിഷയമാണെന്ന് പുള്ളിക്കാരൻ പറയുകയും ചെയ്യുന്നുണ്ട്.